ജൂലൈ 22-ാം തീയതി വന്ന GST പോർട്ടലിലെ പുതിയൊരു അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഹായ്, ഞാൻ അഖില, GST പ്രാക്ടീഷണറാണ്. ഈ പുതിയ അപ്ഡേറ്റിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ GST റീഫണ്ട് ഫോമിൽ ഒരു പുതിയൊരു ഫോം വന്നിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ക്യാൻറ്റീൻ സ്റ്റോഴ്സ് നടത്തുന്ന ആൾക്കാർ, ഈ എയർഫോഴ്സ് മിലിറ്ററി ക്യാൻറ്റീൻ ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ക്യാൻറ്റീൻസ് നടത്തുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ പേ ചെയ്ത ടാക്സ് എമൗണ്ട് റീഫണ്ട് എടുക്കാനുള്ള ഒരു പുതിയ ഫോം വന്നിട്ടുണ്ട്. അതാണ് അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഫോം GST-RFD-10A പറഞ്ഞ ഒരു പുതിയ ഫോം വന്നിട്ടുണ്ട് റീഫണ്ട് ക്ലെയിം ചെയ്യാനുള്ളത്. ആ ഫോം ഫിൽ ചെയ്തുകൊണ്ടാണ് ഈ ക്യാൻറ്റീൻ നടത്തുന്ന ആൾക്കാർക്ക് റീഫണ്ട് ഇൻപുട്ട് ടാക്സ് ക്ലെയിമിന് റീഫണ്ട് എടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സർക്കുലർ നമ്പർ 227/21/2024 ഫോർ GST. ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ CBIC വെബ്സൈറ്റിൽ GST പോളിസി ലിങ്ക് ജൂലൈ 11, 2024 എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ക്യാൻറ്റീൻ സ്റ്റോഴ്സ് നടത്തുന്ന ആൾക്കാർക്ക് അവരെന്തെങ്കിലും പർച്ചേസ് ചെയ്താൽ അതിനുള്ള ഇൻപുട്ട് ടാക്സ് ക്ലെയിമിന്റെ റീഫണ്ട് എടുക്കാനുള്ള ഒരു പുതിയൊരു ഓപ്ഷൻ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അതാണ് ഫോം നമ്പർ GST-RFD-10A എന്ന് പറയുന്നത്. ആ ഫോം ഓൺലൈനിലൂടെ ഫിൽ ചെയ്തുകൊണ്ട് ക്യാൻറ്റീൻ സ്റ്റോഴ്സ് നടത്തുന്ന ആൾക്കാർക്ക് അവരുടെ ഇൻപുട്ട് പർച്ചേസിന് പേ ചെയ്തിട്ടുള്ള ടാക്സിന്റെ ഇൻപുട്ട് ടാക്സ് ക്ലെയിമിന്റെ റീഫണ്ട് എടുക്കാവുന്നതാണ്. ഇതിന്റെ സർക്കുലറിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നവർക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ആ സർക്കുലറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആർക്കാണ് ഈ റീഫണ്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാവുന്നത് വെച്ചാൽ ഈ ക്യാൻറ്റീനിന്റെ ഓരോ യൂണിറ്റ് റൺ ചെയ്യുന്ന ആൾക്കാർക്കും ആരൊക്കെയാണ് സെൻട്രൽ ടാക്സ്, ഇന്റഗ്രേറ്റഡ് ടാക്സ്, പിന്നെ യൂണിയൻ ടെറിട്ടറി ടാക്സ്, ഇത് മൂന്നിലും നിങ്ങൾ എന്താണോ ടാക്സ് പേ ചെയ്തിട്ടുള്ളത് അതിന്റെ 50% വരെ നിങ്ങൾക്ക് റീഫണ്ട് ക്ലെയിം ചെയ്തെടുക്കാനാണ് ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. ഈ റീഫണ്ട് ക്ലെയിം ചെയ്യുമ്പോൾ ഏതിന്റെ മേലെയാണ് നിങ്ങൾക്ക് റീഫണ്ട് എടുക്കാവുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ക്യാൻറ്റീൻ യൂണിറ്റ് റൺ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ ഒരു ഇൻവോയ്സിന് നിങ്ങൾ എന്തൊക്കെയാണോ ഗൂഡ്സ് ഇൻവോയ്സ് പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ ഇൻവോയ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അമൗണ്ടിന് മേലെ അതിന്റെ എല്ലാത്തിനും ഇൻവോയ്സ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പർച്ചേസ് ഇൻവോയ്സ് അതിൽ എന്താണോ ടാക്സ് എമൗണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതായത് CGST, IT GST അല്ലെങ്കിൽ UTGST, ഇത് 3 GSTs എന്തൊക്കെയാണ് നിങ്ങൾ പേ ചെയ്തിട്ടുള്ള ആ ഇൻവോയ്സിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പ്രകാരം പേ ചെയ്തിട്ടുള്ള ടാക്സിന്റെ 50% ആണ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇത് റീഫണ്ട് ഫോം ഫയൽ ചെയ്യാൻ പറ്റുന്നത് ക്വാർട്ടർലി ആയിട്ടാണ്. ഓരോരോ 3 മാസം കൂടുമ്പോഴാണ് റീഫണ്ടിന്റെ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. CST അതായത് ക്യാൻറ്റീൻ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ആൾക്കാർക്ക് ഓരോരോ ക്വാർട്ടർ കൂടുമ്പോഴാണ് റീഫണ്ട് ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഒരു 3 മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 3 മാസം കൂടുമ്പോൾ അത് ഫസ്റ്റ് ക്വാർട്ടർ. പിന്നെ മാർച്ച് കഴിഞ്ഞ് പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ സെക്കൻഡ് ക്വാർട്ടർ, അങ്ങനെ 3 മാസം കൂടുമ്പോഴേ ഈ റീഫണ്ട് ഫോം ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾ എന്തൊക്കെയാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ പ്രോഡക്ട്സ് സെയിൽ ആയാൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് നിങ്ങളൊരു ഗൂഡ്സ് ഇപ്പോൾ ഒരു 10 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാണ്, അതിൽ ആ 10 ക്വാണ്ടിറ്റി നിങ്ങൾക്ക് സെയിൽ ആയിട്ട് ആ സെയിൽസ് നിങ്ങളുടെ GSTR-1 റിട്ടേൺ ഫയലിംഗ് എവറി മന്ത് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ GSTR-1 നിങ്ങളുടെ സെയിൽസ് കാണിച്ചിട്ട് ആ 10 ക്വാണ്ടിറ്റി സെയിലായി പറഞ്ഞിട്ട് GSTR-1 പോർട്ടൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ മേലെ റീഫണ്ട് എടുക്കാൻ പറ്റുള്ളൂ, 50% റീഫണ്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് 10 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിട്ട് 5 ക്വാണ്ടിറ്റി മാത്രമേ സെയിൽ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 5 ക്വാണ്ടിറ്റി മാത്രമേ നിങ്ങൾ GSTR-1 സെയിൽസ് കാണിച്ചിട്ടുള്ളൂ എങ്കിൽ ആ 5 ക്വാണ്ടിറ്റിയുടെ റീഫണ്ട് മാത്രമേ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അതിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫുള്ള് പർച്ചേസ് ചെയ്ത 10 ക്വാണ്ടിറ്റിക്ക് നിങ്ങൾക്ക് റീഫണ്ട് ക്ലെയിം കിട്ടില്ല. ഈ റീഫണ്ട് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 2 ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. അതിൽ ഒരു ഡോക്യുമെന്റ്സിൽ എന്താണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നിങ്ങളുടെ ക്യാൻറ്റീൻ റൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ ആ പർച്ചേസ് ചെയ്ത എല്ലാ ഗൂഡ്സും നിങ്ങൾ സെൽ ചെയ്തിട്ടുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഗൂഡ്സ് ഒക്കെ നിങ്ങൾ സെൽ ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് അതിൽ അപ്ലോഡ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഡോക്യുമെന്റ് എന്താണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ
ഇപ്പൊ റീഫണ്ട് എടുക്കുന്ന പ്രോഡക്ട്സിന് മേലെ ഇതിനു മുമ്പ് റീഫണ്ട് ഒന്നും നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടില്ല എന്ന് സ്റ്റേറ്റ് ചെയ്യണ ഇനിയൊരു ഡോക്യുമെന്റ്. അതായത് ഇപ്പൊ നിങ്ങൾ ഏത് പ്രോഡക്റ്റിന് മേലെയാണ് റീഫണ്ട് ക്ലെയിം ചെയ്യുന്നത്, ആ ഡോക്യുമെന്റിന്റെ മേലെ ഇതിനു മുമ്പ് വേറെ റീഫണ്ട് ഒന്നും അതേ പ്രോഡക്റ്റിന്റെ മേലെ നിങ്ങൾ റീഫണ്ട് ഒന്നും എടുത്തിട്ടില്ല എന്ന് സ്റ്റേറ്റ് ചെയ്യണ ഇനിയൊരു ഡോക്യുമെന്റ്. ആ രണ്ട് ഡോക്യുമെന്റ് ആണ് ഈ റീഫണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് റീഫണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റിനെ പറ്റിയിട്ടാണ്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങളുടെ റീഫണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഗൂഡ്സ് ഇൻവേർഡ് സപ്ലൈ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡേറ്റിന്റെ ക്വാർട്ടർ, അതായത് ഇപ്പോ ജനുവരി ടു മാർച്ച് ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞത്, അപ്പൊ ജനുവരി ടു മാർച്ച് ഫെബ്രുവരി വെച്ചോളൂ. ഫെബ്രുവരിയിൽ ഒരു ഗൂഡ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്, അതിന്റെ ക്വാർട്ടർ ഉണ്ടാവുന്നത് മാർച്ച് 31 ആണ്. അപ്പൊ ആ മാർച്ച് 31 ജനുവരി 1 ടു മാർച്ച് 31 ഒരു ക്വാർട്ടർ, അതില് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് അതിന്റെ 2 ഇയേഴ്സ് വരെയാണ് വാലിഡിറ്റി പറയും. ഇപ്പൊ അതായത് നിങ്ങളിപ്പോ 2022 ഫെബ്രുവരിയിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ മാർച്ച് 31 2022 പർച്ചേസ് 23 24 2024 മാർച്ച് 31 നിങ്ങൾ ഇതിന്റെ റീഫണ്ടിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പർച്ചേസ് ചെയ്ത ഇൻവേർട്ട് ക്യാൻറ്റീൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവേർട്ട് സപ്ലൈ എന്താണോ ചെയ്തിട്ടുള്ളത് ആ ഡേറ്റിന്റെ ക്വാർട്ടർ എൻഡിങ് ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് തൊട്ട് 2 ഇയേഴ്സ് അതിനുള്ളിൽ നിങ്ങൾ റീഫണ്ട് ഫോം സബ്മിറ്റ് ചെയ്യണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് റീഫണ്ട് ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം GST പോർട്ടലിൽ ലോഗിൻ ചെയ്യാം, എന്നിട്ട് സർവീസസ്ക്ക് പോവുക, എന്നിട്ട് റീഫണ്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോർ റീഫണ്ട് എടുക്കുക. എന്നിട്ട് അതിൽ റീഫണ്ട് ഫോർ ടാക്സ് പെയ്ഡ് ഓൺ ഇൻവേർഡ് സപ്ലൈ ഓഫ് ഗൂഡ്സ് ബൈ ക്യാൻറ്റീൻ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാനുള്ള പീരിയഡ് സെലക്ട് ചെയ്യുക. അതായത് ഏത് പീരിയഡിലാണ് നിങ്ങൾക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യേണ്ടത്, ഫ്രം തൊട്ട് 2 വരെ, ഫ്രം ഡേറ്റ് തൊട്ട് 2 ഡേറ്റ് വരെ ഉള്ള പീരിയഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് റീഫണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ GST പോർട്ടലിലെ റീഫണ്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാത് സബ്സിക്വന്റ് പീരിയഡിലാണ് ഫിൽ ചെയ്യേണ്ടത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പീരിയഡിൽ നിങ്ങൾക്ക് പർച്ചേസ് ഒന്നും ഇല്ലെങ്കിൽ അതിന് നിൽ റിട്ടേൺ ഫയൽ ചെയ്യണം, ആ റീഫണ്ട് ആപ്ലിക്കേഷൻ നിൽ ഫോം ഫിൽ ചെയ്യണം. ഒരിക്കൽ ആ പെർട്ടിക്കുലർ പീരിയഡിൽ ഒരു നിൽ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ആ പെർട്ടിക്കുലർ പീരിയഡിൽ പിന്നെ എന്തെങ്കിലും ഇൻവേർട്ട് സപ്ലൈ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് റീഫണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോ ഇപ്പൊ എക്സാമ്പിൾ എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ജനുവരി തൊട്ട് മാർച്ച് വരെ ഒരു റിട്ടേൺ ഫയലിംഗ് റീഫണ്ട് ഫോം ഫിൽ ചെയ്യുന്നുണ്ട്. അത് ഫയൽ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് മാർച്ച് തൊട്ട് ഒരു പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ, മാർച്ച് ഏപ്രിൽ മെയ് ഈ 3 മന്തിൽ നിങ്ങൾ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതിനുശേഷം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ തേർഡ് ക്വാർട്ടറിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തത് എങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിൽ, അതായത് ഏപ്രിൽ മെയ് ജൂൺ ഈ 3 മാസത്തെ ക്വാർട്ടറിൽ നിങ്ങൾ നിൽ റിട്ടേൺ ഫയൽ ചെയ്യണം, നിൽ റീഫണ്ട് ഫോം ഫയൽ ചെയ്യണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് നിങ്ങൾക്ക് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറത്തെ ക്വാർട്ടറിന്റെ റീഫണ്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കിട്ടുള്ളൂ. പിന്നെ ഒരിക്കൽ നില്ലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോ മാർച്ചിന് ശേഷം ഏപ്രിൽ മെയ് ജൂണിൽ നിങ്ങൾ ഇൻപുട്ട് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ നിൽ കാണിച്ചിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വേറെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിൽ മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിന് ഇൻപുട്ട് ക്ലെയിം എടുക്കണം പറഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ നിങ്ങൾ നിൽ റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ അത് ശ്രദ്ധിച്ച് ചെയ്യണം, എന്നിട്ട് വേണം അത് പ്രൊസീഡ് ചെയ്യുക. അപ്പൊ നിൽ ഒരിക്കൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെർട്ടിക്കുലർ പീരിയഡിന് ഒരിക്കലും നിങ്ങൾക്ക് റീഫണ്ട് ക്ലെയിം എടുക്കാൻ പറ്റില്ല. റീഫണ്ട് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് നിങ്ങൾ ഏതൊക്കെ ഇൻവോയ്സസിന്റെ മേലെയാണോ റീഫണ്ട് ക്ലെയിം ചെയ്യുന്നത് ആ ഇൻവോയ്സസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ റീഫണ്ട് ഫോമിൽ നിങ്ങൾ കാണിക്കേണ്ടി വരും. ആ എല്ലാ ഇൻവോയ്സസ് ഡീറ്റെയിൽസും കാണിച്ചതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഏതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഇൻവോയ്സസിന്റെ ഏതിന്റെയൊക്കെ മേലെയാണ് നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്ലെയിം എടുക്കുന്നത് അതിന്റെയൊക്കെ മേലെ ആ ഇൻവോയ്സസിന്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്യാം. ഇൻവോയ്സിന്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ആ ഇൻവേർട്ട് സപ്ലൈക്ക് നിങ്ങൾ എത്രയാണോ ടാക്സ് പേ ചെയ്തിട്ടുള്ളത് അത് ആയിട്ട് പോപ്പുലേറ്റഡ് ആയിട്ട് വരും. പിന്നെ നിങ്ങൾ എന്താണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ടോട്ടൽ ടാക്സബിൾ വാല്യൂ IGST, CGST പിന്നെ UTGSTയുടെ ടോട്ടൽ വാല്യൂ എന്താണോ ടാക്സ് അപ്ലിക്കബിൾ ആവുന്നത് അതിന്റെ വാല്യൂ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക.
ടോട്ടൽ റീഫണ്ട് അപ്ലൈഡ് ഫോർ എന്ന് പറയുന്ന ഇതില് നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതിന്റെ IGST, CGST പിന്നെ UTGST ഇതിന്റെ മൂന്നിന്റെയും ടോട്ടൽ വാല്യൂസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ റീഫണ്ട് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ അപ്ലിക്കന്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണോ റീഫണ്ട് വരേണ്ടത് ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ മേലെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ലിക്കന്റിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് സേവ് ചെയ്തിട്ട് പ്രിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആഡ് ചെയ്യണമെങ്കിലോ എഡിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യണമെങ്കിലോ നിങ്ങൾ ഫൈനൽ സബ്മിഷന് മുമ്പ് ചെയ്യണം. ഒരിക്കൽ ഫൈനൽ സബ്മിഷൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് മുമ്പ് തന്നെ സേവ് ചെയ്തിട്ട് പ്രിവ്യൂ ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാം പ്രോപ്പർ ആണെങ്കിൽ മാത്രം സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ റീഫണ്ട് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഗ്രീവൻസിൽ നിങ്ങൾക്കൊരു ടിക്കറ്റ് റേസ് ചെയ്യാനാണ് GST ടീം പറയുന്നത്. ഇതാണ് ഇപ്പൊ വന്നിട്ടുള്ള അപ്ഡേറ്റ്. അതായത് ജൂലൈ 22 വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് ഇതൊക്കെയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് GST പറ്റിയിട്ട് എന്തെങ്കിലും കൺസൾട്ടേഷൻസോ വർക്കോ ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുക. ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ അത് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട വർക്ക് എന്താണോ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. ബൈ.